മീഡിയസിലേക്ക് സ്വാഗതം. പ്രഭാസിന്റെ കൽക്കി എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യമാണ്. ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ മെൻ്റൽ മാസ് വിഷ്വൽ ഫ്രം നാഗി എന്ന് തന്നെയാണ് ആദ്യ അഭിപ്രായങ്ങൾ തന്നെ വരുന്നത്. അടിപൊളി ഗംഭീരം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രേക്ഷകർ പങ്കുവച്ചിരിക്കുന്ന അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയുന്നത്. കൽക്കി വീടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് എത്തുന്നു. അന്യായമായ ഗ്രാഫിക്സ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത്. ഷോയിങ് ഡിഫറെൻറ്റ് യുഗാസ് ഈസ് ഇൻവോൾവിങ്, അതായത് പല യുഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ റേഞ്ചിലേക്ക് എത്തിക്കുന്നു. നമ്മളെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നൽകുന്നത്. അതേപോലെ ഓരോ കാര്യങ്ങളും അതിഗംഭീരം, VFX അതിമനോഹരമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രീസെയിലായിട്ട് സിനിമ 80 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. പഴയ തള്ളു കണക്ക് പോലെ ഒറ്റ ദിവസം കൊണ്ട് 100 കോടി നേടിയ പരിപാടിയല്ല. ഈ സിനിമ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമയും ഒപ്പം ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറുന്നു. അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ തന്നെയാണ് പ്രഭാസ്. അതായത് കോടികൾ ക്ലബ്ബ് നോക്കുമ്പോൾ പ്രഭാസിൻ്റെ സിനിമയാണ്. പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അത് പ്രഭാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കോടികൾ കണക്ക്, 100ഉം 500ഉം കോടിയുമൊക്കെ. എന്നാൽ ഇവിടെ പ്രഭാസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള സിനിമ വരുന്നു. ഒപ്പം മികച്ച താരങ്ങൾ, ഇന്ത്യ ഒട്ടുക്കാകെയുള്ള മികച്ച താരങ്ങൾ വരുന്നു. 600 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ തീർച്ചയായിട്ടും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇത് ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത ജെനുവിൻ ആയിരിക്കാം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ആദ്യ അഭിപ്രായങ്ങളിൽ കൽക്കി ഈസ് ആൻ ആബ്സലൂട്ട് മാസ്റ്റർ പീസ് ദാറ്റ് ടെൽസ് എ ഗ്രിപ്പിംഗ് സ്റ്റോറി എന്നുള്ള ടാഗ് ലൈനോട് കൂടി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും, അല്ലെങ്കിൽ 3 വേൾഡ് കാണിക്കുന്നു, അതെല്ലാം നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള അഭിപ്രായങ്ങളുമാണ് ഏറിയ പങ്കും കാണുന്നത്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി നമുക്ക് കേരളത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിയാൻ കഴിയും. ഇവിടെ വിദേശ രാജ്യങ്ങളിൽ സിനിമ പ്രീമിയർ ചെയ്തു, ഒപ്പം പല സ്ഥലങ്ങളിലും സിനിമ റിലീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ട്വിറ്റർ കാര്യങ്ങൾ പോലെയുള്ള നവമാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഭിപ്രായം ആ രീതിയിൽ തന്നെയാണ്. എന്താണേലും ആദ്യ ദിനം തന്നെ സിനിമ 200 കോടി ക്ലബിൽ കയറുമെന്ന് തന്നെയാണ്. ദുൽഖറുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇതുവരെ ആരും ഒരു ഉത്തരം തന്നിട്ടില്ല. അതിനകത്തിൽ പറയുന്നത് സ്പോയിലേഴ്സ്, നോ സ്പോയിലേഴ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് അവരൊക്കെ ഉത്തരവും നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു ഒന്നൊന്നര പടമായിട്ട് തന്നെയാണ് ആദ്യ അഭിപ്രായങ്ങളിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് പുറത്ത് വരുന്ന അഭിപ്രായം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ആദ്യം വന്ന അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഇത് പ്രഭാസിൻ്റെ മറ്റൊരു 1000 കോടിയിലേക്ക് കയറുന്ന സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ മൂവി എന്ന് വിശേഷിപ്പിക്കാം. എടുത്തു പറയുന്ന മറ്റൊരു പേര് കമലഹാസൻ്റെ വേഷം ആണ് എന്നുള്ളതാണ്. കമലഹാസൻ്റെ അന്യായമായ ഒരു പെർഫോമൻസ് ആൻഡ് ഗെറ്റപ്പ് തന്നെയാണ് പറയുന്നത്. ബാക്കിയൊന്നും തന്നെ പുറത്ത് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. നെക്സ്റ്റ് മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വ്യൂസിനനുസരിച്ചായിരിക്കാം കൽക്കിയുടെ കൂടുതൽ വാർത്തകളും അതിൻ്റെ പുറകെയുള്ള നമ്മളുടെ പ്രയാണവും. ടീം മീഡിയാസ്.